ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 on division by 3 ആൻഡ് ദെൻ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 on division by 3. അതായത് നമുക്ക് കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ തന്നിട്ടുണ്ട്. ആ എണ്ണൽ സംഖ്യയെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് റിമൈൻഡർ വരുന്ന, അതായത് ഒന്ന് ശിഷ്ടം വരുന്ന ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന സീക്വൻസും എഴുതണം, അതായത് ശിഷ്ടം 2 വരുന്ന സീക്വൻസും എഴുതണം. അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1 ആണ്, 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1നെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് 1/3 ചെയ്യുന്നത് നമുക്കറിയാം. എല്ലാവർക്കും ബേസ് ഇല്ലാത്ത കുട്ടികളാണ്, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. എപ്പോഴും ന്യൂമറേറ്റർ ഇവിടെ ഡിവിഡന്റ് ആയിട്ട് എഴുതാം, ഡിനോമിനേറ്റർ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഡിനോമിനേറ്റർ ഡിവിസർ ആയിട്ട് തന്നെ എഴുതാം. ഇത് 3 എന്ന് പറയുന്നത് 1നേക്കാട്ടിലും വലുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വി ഹാവ് ടു മേക്ക് ഇറ്റ് ബിഗർ 1. സോ അത് 10 ആയി. സോ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ആഡ് ചെയ്യുക. ഇനി നമുക്കറിയാം 10 ഹൗ മെനി ടൈംസ് 3 ഗോസ് ഇൻ 10 is 3 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. അതായത് നമ്മുടെ റിമൈൻഡർ എത്ര കിട്ടി, ഇവിടെ 1 കിട്ടി. അപ്പൊ അതാണ്, അങ്ങനെയാണ് നമുക്ക് ഇവിടെ ആദ്യത്തെ ടേം, ആദ്യത്തെ പദം എത്ര വരുന്നത്, 1 വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കാം. 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2 is lesser than 3. So you have to put a 0 here. So then you have to put a point also here. So we know 3 6 are 18. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 2. സോ നമ്മളോട് ഇതല്ല ചോദിച്ചേക്കുന്നത്, നമുക്ക് റിമൈൻഡർ എത്ര വരണം, 2 ആണ് ചോദിച്ചേക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്കറിയാം, നമുക്കപ്പോൾ 2 എടുക്കണ്ട. ഇനി നമുക്ക് എത്ര നോക്കാം, നമുക്കിനി 3 തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാലോ 3/3 വേഗം 1 ആണ്, പക്ഷെ അത് റിമൈൻഡർ അല്ല ഇവിടെ വരുന്നത്. റിമൈൻഡർ നമുക്ക് നോക്കാം എത്രയാന്ന്. നമുക്കറിയാം റിമൈൻഡർ എത്രയായിരിക്കും, വിൽ ബി 0. അപ്പൊ നമ്മൾ ആരെടുക്കണ്ട, 3നെ നമുക്ക് എടുക്കണ്ട. നെക്സ്റ്റ് നമുക്ക് ഒരാളും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, 4നെ ചെക്ക് ചെയ്ത് നോക്കാം. 4 ഡിവൈഡഡ് ബൈ 3 നമുക്കറിയാം 4 is ഗ്രേറ്റർ ദാൻ 3. സോ ഇവിടെ പോയിന്റിന്റെ ഒന്നും ആവശ്യമില്ല, 1 ടൈമാണ് 3 പോകുന്നത്. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും, റിമൈൻഡർ 1 കിട്ടി. സോ നമുക്ക് ഇവിടെ ഒരു സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. 1 4 എന്ന് പറയുന്ന സീക്വൻസ് ആണ് നമുക്കവിടെ കിട്ടി. സോ ഇനി നമ്മൾ നോക്കിക്കേ, 1 4 ഇതിങ്ങനെ ചെയ്ത് പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കിനി ഈ രണ്ടാമത്തെ ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ പദമായ 4ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുന്നത് അല്ലെ. 4 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ 3നെ ആഡ് ചെയ്ത് പോയാൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 4ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 7 കിട്ടും. 7ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10 കിട്ടും. ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക്